പാചകവാതക പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെ മാധ്യമങ്ങൾക്ക് അത് പിന്നെ കേന്ദ്ര സർക്കാർ പാവാണ്, ഇത് ഇറാൻ യുദ്ധം മൂലമാണ്. നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കി അല്ല വേണ്ടത്. എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ളതാണ്. ഒരു കാര്യം പറയാൻ, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നുപോയാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെയാണോ അത് അവതരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. കേരളത്തിൽ ലോഡ് ഷെഡിങ് പവർ കട്ടും 2015 മുതൽ 16 വരെ ഉണ്ടായിരുന്നു, 16 മുതൽ 26 വരെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതല്ല, 26 ഉണ്ടായിരുന്നു എന്ന് അവർ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ഒരു വിഷയം അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിനെ സമ്മതിക്കാത്ത രൂപത്തിൽ വലിയ സ്വാഭാവികമായും നമുക്കും അതിനകത്ത് കുറച്ച് ബഹളം വെച്ച് തന്നെ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാണ്. ശരി, മനസ്സിലാക്കി ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ടെന്ന് കാലത്ത് ഞങ്ങളൊന്ന് ഉപദേശിക്കണം. ഇപ്പൊ ചില വിദഗ്ധന്മാര് ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കർക്ക് പകലല്ലേ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ജോസഫ് സി മാത്യു അതിന് ആ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. നമസ്കാരം. അങ്ങനെ 10 വർഷത്തിന് ശേഷം കേരളത്തിൽ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഈ KSEBിൻ്റെ പല പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് നേരത്തെ അറിയിപ്പ് വന്ന് കറണ്ട് പോകുന്ന അനുഭവം നമുക്ക് അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, കൊമ്പ് കുത്തുന്നതിനോ അല്ലെങ്കിൽ മഴ വന്നാലോ ഒക്കെ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്കതിന് മുമ്പ് ഉണ്ടായിരുന്ന പവർ കട്ട്, ലോഡ് ഷെഡിങ് ഇതിനൊക്കെ സമാനമായി എന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധം നിശ്ചിത സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ കറണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായി. ഇത് അസാധാരണമായൊരു പ്രതിസന്ധി മലയാളിക്ക് സൃഷ്ടിച്ചു. ഇതുവരെ ഇല്ലാത്ത ഒരുപക്ഷെ ഒരു ദശകത്തിന് ശേഷം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരനുഭവം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്? ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ഏത് മട്ടിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നതടക്കമുള്ള ആശങ്കകൾ, ആകുലതകൾ ഒക്കെ അവ്യക്തതകളോടെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ടോക്ക് ഷോ ഈ ആഴ്ച കടന്നു പോകുന്നത്. ടോക്ക് ഷോയിൽ ഡോക്ടർ MG സുരേഷ് കുമാറാണ് ഇന്ന് അതിഥിയായി എത്തിയത്. അദ്ദേഹത്തോട് നമുക്ക് വിശദമായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം. സ്വാഗതം സുരേഷ് ഏട്ടാ. ശരിക്കും ഈ 10 കൊല്ലത്തിന് ശേഷം കറണ്ട് പോയി എന്ന് പറയുന്നത് അത്ര തീവ്രമായ അനുഭവമാണ്. 1 മിനിറ്റ് പോയാൽ പോലും ഒന്നാമത് ഭയങ്കര ചൂടുള്ള കാലമാണ്. അത്തരം ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാട് ഉണ്ടായി എന്നുള്ളത് ഈ ഇത്രയും കാലം ഇല്ലാത്തത് കൊണ്ടുകൂടി ഒരു അനുഭവത്തെ നേരിടുന്നതിനൊരു പ്രതിസന്ധിയുണ്ട്. എന്താ സംഭവിച്ചത്? അല്ല, സത്യത്തിൽ നമ്മളൊക്കെ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും ശ്വാസം കഴിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ശ്വാസം മുട്ടൽ വന്നാൽ ശ്വാസം കഴിക്കുന്നത് നമുക്ക് ഓർമ്മ വരും. കൈക്കൊരു വേദന വന്നാലേ കൈ ഉണ്ട് എന്നതുപോലും നമ്മൾ ആലോചിക്കും, അല്ലെങ്കിൽ കൈ അതിന്റെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 10 വർഷം ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അതൊരു വ്യാകുലത ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നിരിക്കുന്നു. ഈ ക്രൈസിസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഉപഭോഗത്തിന്റെ പാറ്റേൺ മാറി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്ത ക്രമത്തിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് വരാൻ പോകുന്ന വേനൽക്കാലമാണ് എന്ന് KSEBിക്ക് അറിയാത്തതല്ല. ഉഷ്ണതരംഗം വരും എന്നത് ഏകദേശം കഴിഞ്ഞ നവംബർ ഡിസംബറിൽ തന്നെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനിംഗ് ആണ് KSEB നടത്തിയത്. അല്ലാണ്ട് 10 കൊല്ലം ചെയ്യുന്ന ഒരു പ്ലാനിംഗ് ആണ്. അതെ, എല്ലാ വർഷവും ഈ പ്ലാനിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിന് മാത്രം ഒരു പ്രത്യേകതയില്ല. ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട്, ഇലക്ഷൻ വരുന്നു എന്ന പ്രത്യേകത. ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ വരും എന്ന് KSEBിയിൽ ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇലക്ഷൻ സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണെങ്കിൽ ഏപ്രിൽ അവസാനവും മെയ് ആദ്യം ഒക്കെയാണ് നടക്കുക. പക്ഷെ ഇപ്രാവശ്യം ഏപ്രിൽ 9 വന്നു. അത് അറിയുന്നത് മാർച്ച് 15-നാണ്. അതുകൊണ്ട് ശരിക്കും ഏപ്രിൽ അവസാനം ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന വാശിയോട് കൂടിയുള്ള ഒരു എന്താ പറയുക പ്ലാനിംഗ് ആണ് KSEB നടത്തിയത്. നോർമൽ കേസിലൊരു 5700, 5800 മെഗാവാട്ട് വരെ കൺസംഷൻ വരാം. എങ്ങനെയാണ് കൺസംഷൻ വരാന്ന് പറയുന്നത്? നമുക്ക് 2024 ഒരു എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത കണക്കനുസരിച്ചിട്ട് 5700 മെഗാവാട്ട് വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 5797 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വന്നതല്ല. കാരണം എന്ന് വെച്ചാൽ മീറ്റ് ചെയ്തത് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. മീറ്റ് ചെയ്യാത്തത് റെക്കോർഡ് ചെയ്യില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം 6157 മെഗാവാട്ട് ഉണ്ടായിരുന്നു എന്ന് പലരും പറയും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ 6157 KSEB കൊടുത്തു എന്നാണ്. അല്ലാതെ 6053 മെഗാവാട്ട് ആയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ല. കാരണം അവിടെ കൊടുത്തത് മാത്രമേ റെക്കോർഡിൽ ഉണ്ടാവൂ.
യഥാർത്ഥത്തിൽ അതിനെക്കാട്ടും അപ്പുറത്തുള്ള ഡിമാൻഡ് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നത്രയും കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് കട്ടായി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ട്രിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 6157 മെഗാവാട്ട് വരെയുള്ള ലോഡ് ഇപ്രാവശ്യം മീറ്റ് ചെയ്തു. അതിനും അപ്പുറത്തേക്ക് ലോഡ് വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അപ്പോൾ നമ്മളൊരു 5700 പ്രതീക്ഷിക്കുന്നു. 5900 ആയാലും പ്രശ്നമില്ലാത്ത രൂപത്തിലുള്ള ഒരു ക്രമീകരണം എത്തുന്നു. 6000 ആയാലും നമുക്ക് നാഷണൽ ഗ്രിഡിൽ നിന്ന് കുറച്ച് ഓവർ ഡ്രോയിലിനൊക്കെ സാധ്യതയുണ്ട്. അതും കൂടി ഉപയോഗിച്ച് 6000 മെഗാവാട്ട് ആയാലും പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് കേരളത്തിൽ ഈ വേനൽക്കാലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നതാണ് KSEB ധരിച്ചിരുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ തരത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാം, 1, 2, 3, 4 ഇതൊക്കെ ഓരോന്നും എടുത്തു വെച്ച് അതിനകത്ത് ഓരോന്നിനും സാധ്യമായ വർധനവ് കണക്ക് കൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ് നടത്തുന്നു. ഇതാണല്ലോ ഉപയോഗം, വേനല്, എല്ലാ ഉപയോഗം. വേനൽ മാത്രമല്ല, ഈ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന AC ലോഡ് ഉണ്ടാവും, ഇലക്ട്രിക് വെഹിക്കിളുകൾ കടന്നു വരുന്നുണ്ടാവും, മറ്റ് പല രൂപത്തിലുള്ള കൺസംഷൻ പാറ്റേണിൽ ആളുകളുടെ പല രീതികളും മാറുന്നുണ്ട്. നൈറ്റ് ലൈഫ് കേരളത്തിൽ വർദ്ധിക്കുകയാണ്. മുമ്പ് ഒരു 7 മണിക്ക് 8 മണിക്ക് കിടന്നുറങ്ങിയിരുന്ന ആളുകൾ ഇപ്പൊ 11 മണിക്കും ഉറങ്ങുന്നില്ല. 12 മണി 1 മണി വരെ നമ്മുടെ മാർക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുകയാണ്. ഈ രൂപത്തിൽ ഒരുപാട് ബിഹേവിയർ ചേഞ്ച് വരുന്നുണ്ട്. ഈ ചേഞ്ച് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള പ്ലാനിങ് തന്നെയാണ് KSEB എടുക്കുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോഴും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു പുതിയ സാധനം കൂടി കയറി വന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അതായത് അതുകൊണ്ട് മാത്രമാണ് വൈദ്യുതി ഉപഭോഗം ഇത്ര വന്നതെന്നല്ല, മറ്റതൊക്കെ പരിഗണിച്ച ഇത്ര വരുമായിരുന്നു. പക്ഷെ അത് കൂടാത്ത ഒരു പുതിയ സാധനം കൂടി വന്നു. അതാണ് ഞാൻ പല ചാനലുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പശ്ചിമേഷ്യൻ ദുരന്തം, പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറയുന്ന സാധനം ഫെബ്രുവരി 28-നാണല്ലോ ട്രംപ് ആക്രമിക്കുന്നത്. അന്ന് പെട്ടെന്ന് പാചകവാതം ഇല്ലാണ്ടാവുമെന്നൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു മാർച്ച് 15-16 ഒക്കെ ആകുമ്പോഴാണ് പാചകവാതം പ്രതിസന്ധിയിലേക്ക് എത്തും. ഹോർമിസ് കടലിൽ കൂടി വണ്ടി പോരില്ല. നമുക്ക് ഒരു ദിവസം 3 ഷിപ്മെന്റ് വന്നാലേ ഇന്ത്യക്ക് ആവശ്യമായ പാചകവാതം വരും. ഒരു 2 ആഴ്ച കൂടുമ്പോൾ 1-2 ഷിപ്മെന്റിലേക്ക് സാധനം മാറി. അങ്ങനെ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് വരെ വലിയ പ്രശ്നമില്ലായിരുന്നത് മാർച്ച് പകുതിയോടുകൂടി പാചകവാതക പ്രതിസന്ധിയായി. ആ പ്രതിസന്ധി വന്നപ്പോൾ ആളുകൾ അവർക്ക് പാചകം ചെയ്യണമല്ലോ, അവരെന്ത് മാർഗം കണ്ടെത്തിയത്? അവർ നേരെ ഇലക്ട്രിക് കുക്കറിലേക്ക് മാറി, സ്റ്റൗവിലേക്ക് മാറി. നേരത്തെയും കേരളത്തിൽ 10-12 ലക്ഷം ഇലക്ട്രിക് സ്റ്റൗകളുണ്ട്. ഇത് സംബന്ധിച്ച് EMC അതുപോലെ തന്നെ വൈസൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ കേരളത്തിൽ 10-12 ലക്ഷം ഇലക്ട്രിക് സ്റ്റൗകൾ ഉണ്ട് എന്ന് മുൻപത്തെ പഠനങ്ങളിലുണ്ട്. ആ സ്റ്റൗ അവിടെ ഉണ്ട്. പക്ഷെ ആ സ്റ്റൗ അത്ര വലിയ ലോഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ ഗ്യാസ് ഉണ്ടാവാൻ ഗ്യാസ് തന്നെയാണ് പാചകം നടത്തുക. ഒരു അതിഥി പെട്ടെന്ന് വന്നാൽ ചൂടുവെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇലക്ട്രിക് സ്റ്റൗ, ഇലക്ട്രിക് കുക്കർ, ഈ പറയുന്ന നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കാറുള്ളൂ. അല്ലാണ്ട് എല്ലാ അരി വെക്കാനും ചോറുണ്ടാക്കാനും കറി വെക്കാനും ഒന്നും അത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ആളുകൾ ഒരു കുക്കറിലുള്ള കക്ഷി, ഒരു സ്റ്റൗള്ള കക്ഷി ഒന്നും കൂടി അഡീഷണൽ വാങ്ങി. ഇനി സ്റ്റൗ ഉപയോഗിക്കാത്ത കക്ഷി അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 12 ലക്ഷം അഡീഷണൽ സ്റ്റൗകൾ വിറ്റഴിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ഒരു കണക്കുണ്ടാക്കിയത്. കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കൃത്യമായ കണക്ക് നമ്മളില്ല. അവിടെ ചില സുഹൃത്തുക്കൾ ഈ ഡെയിലി വിൽപ്പനയുടെ ചില കണക്കുകളുണ്ടല്ലോ, നമ്മുടെ GST ഡിപ്പാർട്ട്മെന്റ്, ആ കണക്ക് വെച്ച് ഒരു 3-4 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള വിൽപ്പനയുടെ കണക്ക് നമ്മളൊരു 60 ദിവസത്തേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10-15 ലക്ഷത്തോളം വന്നു. അത് നമ്മളൊരു 12 ലക്ഷമായി കുറച്ചൊരു മീഡിയം റേറ്റിൽ അസസ് ചെയ്തു. കാരണം അവസാനമൊക്കെ ആകുമ്പോഴേക്കും സ്റ്റൗ കിട്ടാനുണ്ടായില്ല. ഇപ്പൊ ഞാൻ തന്നെ വീട്ടില് ഗ്യാസ് പ്രശ്നം വന്നപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വീട്ടിൽ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഒന്ന് വാങ്ങിക്കാന്ന് വെച്ചപ്പോൾ ഓൺലൈനിൽ പോലും ഔട്ട് ഓഫ് സ്റ്റോക്ക്. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് ഈ സ്റ്റൗ സംബന്ധിച്ചിട്ട് ഒരു ഗൈഡ് ലൈന് പോലും ഇറക്കുകയുണ്ടായി. ആ കണക്കെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 12 ലക്ഷം സ്റ്റൗകളെങ്കിലും കേരളത്തിൽ അഡീഷണലായി വന്നിട്ടുണ്ട് എന്ന് കണ്ടത്. ഇരട്ടിയായി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ 24 ലക്ഷവും നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട ഈ സാഹചര്യത്തിലാണ്. മറ്റു 12 ലക്ഷം ഉണ്ടെങ്കിലും അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എത്രത്തോളം ലോഡ് വരും? നമ്മളെ ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ നോക്കിയാൽ അതിനകത്ത് 1000 മുതൽ 2000 കിലോവാട്ട് വരെയാണ്. 1 മുതൽ 2 കിലോവാട്ട് വരെ, അല്ലെങ്കിൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയൊക്കെയാണ് അതിന്റെ നോർമൽ കപ്പാസിറ്റി. ഒരു 1000 മിനിമത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും 2400 മെഗാവാട്ട് വരും. 24 ലക്ഷം 1000 വാട്ട് എന്ന് പറഞ്ഞാൽ 2400 മെഗാവാട്ട് വരും. എന്ന് പറഞ്ഞാൽ 2400 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ കുക്കറുകൾ മുഴുവൻ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും.
പക്ഷെ നോർമലി ഒരുമിച്ച് വർക്ക് ചെയ്യില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ അത് ഉപയോഗിക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കില്ലല്ലോ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, പല സമയത്ത്. ഇത് സ്റ്റാഗർ ചെയ്തതിനെ കൊണ്ട് 2500 മുതൽ 4800 വരെ, കാരണം 2000 വാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയം ഉണ്ടാവും, 4800 മെഗാവാട്ട് വരെ ലോഡ് വരേണ്ടതിന്റെ ഒരു 5 വന്നിട്ടുണ്ടാവൂ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. ആ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡക്ഷൻ കുക്കർ മാത്രം ഒരു 500 മെഗാവാട്ടിന്റെ ലോഡ് നമ്മുടെ പീക്ക് സമയത്ത് ഉണ്ടാക്കി. ഇപ്പൊ ചില വിദഗ്ധന്മാര് ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കർക്ക് പകലല്ലേ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ജോസഫ് മാത്യു അതതിന് ആ കണക്ക് എവിടെ നിന്ന് കിട്ടിയാന്നറിയില്ല. നമ്മളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് രാത്രിക്കത്തെ ഭക്ഷണം രാത്രി വൈകുന്നേരം രണ്ടു നേരമാണ് പാചകം. രാവിലെയും പാചകം നടക്കും, വൈകുന്നേരം പാചകം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് രാവിലെയും കൂടി ഉണ്ടാവണ്ടേ എന്ന് ചിലർ ചോദിക്കും. ഉണ്ടായിട്ടുണ്ട്, പക്ഷെ രാവിലത്തെ പീക്കിങ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പീക്കിംഗ് ആയിരുന്നു നേരത്തെ മുതലേ. അതിനകത്ത് ആ പീക്കിങ്ങിൽ 500 മെഗാവാട്ടോ അല്ലെങ്കിൽ 400 മെഗാവാട്ടോ കൂടി വന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്. പക്ഷെ വൈകുന്നേരത്തെ പീക്കിംഗ് നമുക്ക് മാനേജ് ചെയ്യാൻ തന്നെ പ്രയാസമുണ്ടായിരുന്ന പീക്കിങ്ങിന്റെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിന് അഡീഷണലായി ഇത് വന്നത്. ഈ അഡീഷണലായി ഇത് വരും എന്ന് നമുക്കറിയില്ല. ഇത് മാത്രമായിരിക്കില്ല വന്നിട്ടുണ്ടാകുക. ഇലക്ട്രിക് വെഹിക്കിളും ഇതുപോലെ തന്നെ ചില ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഇലക്ട്രിക് വെഹിക്കിൾ നേരത്തെ ആളുകൾക്കുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഏകദേശം ഒരു 3.5 ലക്ഷം 4 ലക്ഷത്തോളം ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട് എന്നാണ് കണക്ക്. ഇത് നേരത്തെ ഉള്ളതാണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിന്റെ ചാർജിങ് പ്ലഗ് എന്ന് പറഞ്ഞാൽ 7.2 കിലോവാട്ടാ, 7200 കിലോവാട്ടാ. അപ്പൊ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ 2000 ഉള്ളൂ, മറ്റത് 7.2 എന്ന് പറഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി ഇമ്പാക്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കും. പ്രശ്നം എന്താ വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ നേരത്തെ ആളുകൾ കയ്യിലുണ്ടാവും. പല ആളുകളും ഇലക്ട്രിക് വെഹിക്കിൾ പുതുതായി വാങ്ങിയ ആളുകൾ കുറച്ച് പേര് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കുറച്ച് പേര് അവർക്ക് ഇന്നോവയും അതുപോലെ തന്നെ വലിയ കാറുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് ഒരു ഇന്ധനക്ഷാമത്തിന്റെ ഒരു സൂചന വന്നപ്പോൾ വണ്ടിയിലെ ഇന്ധനം ഒഴിവാക്കണ്ട, അതിന് പകരം നമുക്ക് പരമാവധി ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കാം എന്ന് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സംബന്ധിച്ച ഒരു ബിഹേവിയർ സ്റ്റഡി, കൺസ്യൂമേഴ്സിന്റെ കൺസംഷൻ പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്ന ബിഹേവിയർ സ്റ്റഡി നടക്കേണ്ടതാണ്. ആ നിലയ്ക്കുള്ള ഒരു പഠനമൊന്നും സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നില്ല. അത് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിന് ആ നിലയ്ക്ക് പഠനം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു മാൻഡേറ്റിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ സ്റ്റഡി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ഇത് സ്റ്റഡി ഇപ്പൊ നടത്തിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവിടെ മാത്രം നിന്ന പ്രതിസന്ധിയല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്ര വലിയ ഇമ്പാക്ട് ഇലക്ട്രിക് കുക്കറിന് ഉണ്ടായിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെയൊന്നും ഗ്യാസ് വ്യാപകമായിട്ടില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ചാണകവരളിയും അതുപോലെ തന്നെ വിറകും ഒക്കെ തന്നെയാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. കുറെ പ്രദേശങ്ങളിൽ ഗ്യാസ് ഉണ്ട്. അപ്പം ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ് നേരെ ഇലക്ട്രിക് സ്റ്റൗകളിലേക്ക് മാറിയിട്ടുണ്ടാകുക. അല്ലാതെ വിറക് ഉപയോഗിക്കുന്ന ആള് വിറകിന്റെ ക്ഷാമം ഉണ്ടായിട്ടില്ലല്ലോ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഈ പ്രശ്നം ഉത്തരേന്ത്യൻ മേഖലകളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വേനലിന്റെ പ്രശ്നം ഉത്തരേന്ത്യൻ മേഖലയിൽ ഉണ്ടായി. അപ്പൊ നിങ്ങൾ നോക്കൂ, പഞ്ചാബിൽ 10 മണിക്കൂർ എല്ലാ നഗരങ്ങളിലും ലോഡ് ഷെഡിംഗ് ആണ്. ഹരിയാനയിൽ 8.5 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണ്. രാജസ്ഥാനിൽ 8.5 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണ്. ഇപ്പം ഡൽഹി നഗരത്തിൽ 1 മണിക്കൂർ നേരം ലോഡ് ഷെഡിംഗ് ആണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ നിലയിൽ വലിയ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി നിൽക്കുകയാണ്. കേരളം എല്ലാ വൈദ്യുതിയും കേരളത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമല്ല. നമുക്കൊരു 30% നമുക്ക് ഇവിടെ ഇന്റേണലായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു. 70% പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും പരമാവധി 1/2 മണിക്കൂർ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി റെസ്ട്രിക്ഷൻ വേണ്ടി വരും എന്നാണല്ലോ ഇപ്പൊ തീരുമാനിച്ചത്. നമ്മളിപ്പോഴും ലോഡ് ഷെഡിങ് വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ ഒരു ചെറിയ പ്രശ്നം നമുക്കുണ്ടായി. ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ അഡീഷണലായി പവർ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ KSB എന്ത് ചെയ്തു, റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ഹർജി. എന്തിനാ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ഹർജിക്ക് പോയത്? ഇത് പ്രശ്നം കണ്ടാൽ നേരെ വാങ്ങിയാൽ പോരെ എന്ന് ചില ചിന്തിക്കും. അങ്ങനെ നേരെ വാങ്ങാൻ കഴിയില്ല. ഇതിനകത്ത് 2 തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റൊരു സന്ദർഭത്തിലായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നിരുന്നെങ്കിൽ എനിക്കൊരു സംശയവുമില്ല പ്രതിസന്ധി വരുമെന്ന് ഏകദേശം മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം ബോധ്യപ്പെട്ട ഏപ്രിൽ പകുതിയോട് കൂടിയാണല്ലോ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ഈ 10-15 ദിവസം കൊണ്ട് അത് മാനേജ് ചെയ്യപ്പെടുമായിരുന്നു മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ. കാരണം അവിടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇക്കാര്യത്തിനകത്ത് ഇടപെടാനുണ്ട്. രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. സംശയം എന്താ? കാരണം വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥന് ഇതിനകത്തൊരു തീരുമാനം എടുക്കുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ മുഹൂർത്തത്തിൽ എടുക്കുന്ന തീരുമാനം. ഒരു തീരുമാനത്തിനകത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം, നിങ്ങളൊരു ഇവിടെ പ്രതിസന്ധി വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു 100 മെഗാവാട്ട് വാങ്ങാൻ തീരുമാനിച്ചു. പ്രതിസന്ധി വന്നില്ലെങ്കിലോ
നിങ്ങൾ എന്തിനാണ് ഇത് വാങ്ങിയത് എന്നാണല്ലോ അടുത്ത് ചോദിക്കുക. കാരണം വാങ്ങുന്നതിനുള്ള ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇനി അയാൾ 100 മെഗാവാട്ട് വാങ്ങാൻ തീരുമാനിച്ചില്ലെങ്കിലോ, പ്രസിഡന്റ് വന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് വാങ്ങിയിട്ടില്ല എന്നും ചോദിക്കും. ഈ രണ്ട് ചോദ്യവും ഒരേ സമയം അയാൾക്ക് അതിനകത്ത് അയാളുടെ ഗുഡ് ഫെയ്ത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് ശരിയും തെറ്റാം, തെറ്റും പറ്റാം. ക്രൈസിസിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നം ഇതാണ്. എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ശരിയായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വി ആർ അസസ്സിങ് എ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അസസ് ചെയ്ത് അതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതിന് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു തീരുമാനം എടുത്ത് നടപ്പാക്കിയാൽ യെസ് ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക ഉറപ്പെന്താ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. നിങ്ങൾ തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിന് റാറ്റിഫിക്കേഷൻ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പം ഇല്ല. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ല. നാളെ ആരായിരിക്കും മന്ത്രി, അല്ലെങ്കിൽ നാളെ ആരായിരിക്കും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ചെയർമാൻ അവിടെ തന്നെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരു ക്രൈസിസ് കണ്ടിജൻസി പ്ലാനിങ്ങിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുന്നതും തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നതും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ ഈ പ്രതിസന്ധിയുമായി കൂട്ടിച്ചേർത്ത് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് KSEB ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. 8-ാം തീയതി തന്നെ അവർ സ്വന്തം തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ അപേക്ഷ കൊടുത്തു. റെഗുലേറ്ററി കമ്മീഷൻ ഇക്കാര്യത്തിനകത്ത് കുറച്ച് ലാക്സിറ്റി വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതൊരു അടിയന്തര സാഹചര്യമല്ലേ. ഇത്തരം ഒരു അടിയന്തര സാഹചര്യത്തിൽ തെളിവെടുപ്പ് നടക്കണമെങ്കിൽ തന്നെ പെട്ടെന്ന് 2-3 ദിവസത്തെ നോട്ടീസ് തെളിവെടുപ്പ് നടത്താമായിരുന്നല്ലോ. 15 ദിവസം എന്ന മാൻഡേറ്ററി കണ്ടീഷൻ ഉണ്ട്. പക്ഷേ എക്സിജൻസിയിലെല്ലാം മാൻഡേറ്ററി കണ്ടീഷൻ പാലിക്കണ്ടല്ലോ. അവർ 15 ദിവസത്തെ കണക്കെടുത്ത് 8-ാം തീയതി കൊടുത്ത സാധനത്തിന് 22-ാം തീയതി ഹിയറിംഗ് വെക്കുന്നു. അത് പിന്നെ 24-ാം തീയതി ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി തീരുമാനം വരുന്നു. 26-ാം തീയതി തീരുമാനം വരുമ്പോഴേക്ക് രാജ്യമാകെ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. അങ്ങനെ രാജ്യമാകെ പ്രതിസന്ധി എത്തിയപ്പോൾ ഈ തീരുമാനത്തിന്റെ ഭാഗമായി പവർ കിട്ടുമോ എന്ന കാര്യത്തിനകത്ത് സംശയമുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്ലാനിങ്ങിൽ വന്ന പിഴവല്ല, പ്ലാനിങ്ങിന് പുറത്ത് വന്ന ഒരു എക്സിജൻസിയാണ്. ഏത് പ്ലാനിങ് നടത്താൻ കഴിയുന്നതിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. ആ അപ്പർ ലിമിറ്റിനെയും ക്രോസ് ചെയ്ത് ഒരു എക്സിജൻസി പോയി. ശരിക്കും KSEB 5900-6000 മെഗാവാട്ട് വരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് നടത്തിയിരുന്നു. 6157 മെഗാവാട്ട് വരെ അവർ ലോഡ് മീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പോയപ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമായി. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് 10 വർഷം ഇല്ലാത്തൊരു അനുഭവം വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, നമ്മൾ അതുവരെ എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിച്ചു. അതിന് മുമ്പ് നമുക്കറിയാലോ, 1 മണിക്കൂർ വരെ ഇത് ലോഡ് ഷെഡിങ് വീണ്ടും വരുന്നു, പവർ കട്ടിൻ്റെ സാഹചര്യമൊക്കെ ചർച്ച ചെയ്താണ്. പക്ഷേ അതിനുശേഷം നമ്മൾ സ്മൂത്തായി പോയി. ഈ അവസാന നിമിഷം ഇങ്ങനെ ഉണ്ടായി. എങ്ങനെയാണ് ഇത്രയും കാലം മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്? ഈ ഒരു പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് ഇതിനെ ഇനി അടുത്ത നാളുകളിലും നമുക്ക് മുന്നോട്ട് പോകാവുന്ന സുരക്ഷിതമായ സാഹചര്യം കേരളത്തിലുണ്ടോ? ഒന്ന്, കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. മുൻകാലങ്ങളിൽ പോലെ കേരളമായി സ്വയം പര്യാപ്തമാകുക എന്നത് എല്ലാ കാര്യത്തിലും നടക്കില്ല. കാരണം അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇപ്പം 1995 കേരളത്തിൽ ഏറ്റവും കടുത്ത വൈദ്യുതി ക്ഷാമം ഉണ്ടായിരുന്നു. 95 100% പവർ കട്ടായിരുന്നു. 100% പവർ കട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം വ്യവസായ സ്ഥാപനങ്ങൾ 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉപയോഗിക്കരുതെന്നാണ്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ലേ ഓഫ് ചെയ്തോളാനാണ്. വൈദ്യുതി നേരം മെച്ചപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൽക്കരി പോലെയുള്ള എന്തെങ്കിലും ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുക. ഇതാണ് അന്ന് പറഞ്ഞത്. ശതമാനത്തിൽ ആ പവർ കട്ട് പറയുക. ആളുകൾ പവർ കട്ട്, ലോഡ് ഷെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു. എന്താണ് പവർ കട്ട്? പവർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എനർജി ഇല്ല, കയ്യിൽ തരാൻ സാധനമില്ല. വെച്ചാൽ ഒരിക്കലും തരാനില്ല എന്നാ. അതായത് ഡാമിൽ ഒരു തുള്ളി വെള്ളമില്ല. അത് ഇപ്പം വൈകുന്നേരമാണോ പകലാണോ രാത്രിയാണോ ഒന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഡാമിൽ നിങ്ങൾക്ക് ആകെ കേരളത്തിൽ വേണ്ടത് 1000 യൂണിറ്റ് വൈദ്യുതിയാണ് നോക്കുക. ഒരു 800 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള വെള്ളം കയ്യിലുള്ളൂ. അത് മൊത്തം സമയത്ത് ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ 20% എനർജി കുറവാണ്. അതുകൊണ്ട് നിങ്ങളെ ആകെ ഉപയോഗം 20% കുറയ്ക്കണം. അപ്പോൾ എപ്പോഴും പവർ കട്ട് പറയുക 20%, 10%, 100%. അങ്ങനെ 1995 100% പവർ കട്ടായിരുന്നു. അപ്പോൾ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പം നിങ്ങൾക്ക് ഡാമിൽ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ യന്ത്രത്തിൻ്റെ അകത്ത് അറ്റ് എ ടൈം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ലിമിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ജനറേറ്റർ 100 ബൾബ് കത്തിക്കാൻ പറ്റുന്നൊരു ജനറേറ്റർ ഉണ്ട്. അതിനകത്ത് ഇന്ധനം നിറച്ചുണ്ട്. 100 ബൾബ് കത്തിക്കാനുള്ള ജനറേറ്ററാണ്. ഓണാക്കിയാൽ 100 ബൾബേ കത്തിക്കാൻ പറ്റൂ. 200 ബൾബ് അതിൻ്റെ മുകളിൽ കത്തിക്കാനാകില്ല. പക്ഷേ
നിങ്ങൾക്ക് അടുത്ത 100 ബൾബ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ കത്തിക്കുക. ഇങ്ങനെ ഊഴം വെച്ച് കൊടുക്കുക. അതായത് സാധനം ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്കുള്ള സിസ്റ്റത്തിന്റെ ടോട്ടൽ കൺസ്ട്രെയിൻ കൊണ്ട്, ശേഷിയുടെ കുറവ് കൊണ്ട് നമ്മൾ ഊഴം വെക്കേണ്ടി വരുന്നതിനെയാണ് നമ്മൾ ലോഡ് ഷെഡിങ് പറയുന്നത്. അപ്പൊ ലോഡ് ഷെഡിങ് എപ്പോഴും സൈക്ലിക് ലോഡ് ഷെഡിങ് ഇത്ര മണിക്കൂർ എന്നാ പറയുക. അതായത് നിങ്ങൾ അരമണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ട്, അരമണിക്കൂർ ലോഡ് ഷെഡിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് കറണ്ട് കിട്ടുന്നില്ല. ആ സമയത്ത് ഉപയോഗിക്കേണ്ട ചില ഉപകരണങ്ങൾ നിങ്ങൾ വേറെ ചില സമയത്ത് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സമില്ല. അതായത് ആകെ എനർജി നിങ്ങൾ ഉപയോഗിക്കുന്നതിനോട് നിങ്ങളോട് തടസ്സമൊന്നുമില്ല. എനർജി നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് ലോഡ് ഷെഡിങ്. അതായത് ഇപ്പൊ തമ്പാനൂര് ഓഫാക്കും, എന്നിട്ട് പിന്നെ കിഴക്കേക്കോട്ട കൊടുക്കും. അവിടെ അതാണ് ഊഴം വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഊഴം വെച്ച് കൊടുക്കുന്ന ഏർപ്പാടാണ് ലോഡ് ഷെഡിങ്. ശതമാനക്കണക്കിൽ, അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ 1000 യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു, ഈ മാസം നിങ്ങൾ 700 ഉപയോഗിക്കാൻ പാടുള്ളൂ. 30% കുറവേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ അരമണിക്കൂർ ഓഫാക്കി ഇടുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് 30% കുറച്ച് ഉപയോഗിക്കാവൂ എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങൾ അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ ചാർജ് പീനൽ കൊടുക്കേണ്ടി വരും. അപ്പൊ ആളുകൾ 30% കുറച്ച് ഉപയോഗിക്കും. ഇതിനെയാണ് പവർ കട്ട് എന്ന് പറയാ. ഈ രണ്ട്, അപ്പം 100% പവർ കട്ടും 3.5 മണിക്കൂർ നേരം ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു 1995 UDF ഭരിക്കുന്നത്. 96 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി E.K. നായനാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരുന്നു. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയാവുന്നു. അന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വൈദ്യുതി എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, സൗകര്യമില്ല, ഗ്രിഡൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ ബംഗാളിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ബംഗാളിൽ ഇങ്ങോട്ടേക്ക് ലൈനൊന്നും ഇല്ല, കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ബംഗാളിൽ നിന്ന് ഒറീസയിലേക്ക് വൈദ്യുതി കൊടുപ്പിക്കുന്നു. എന്നിട്ട് ഒറീസയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് കൊടുപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുപ്പിക്കുന്നു. എന്നിട്ട് തമിഴ്നാട്ടിൽ നമ്മൾ എടുക്കുന്നു. അപ്പം ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് കേരളത്തിൽ വൈദ്യുതി എത്തിച്ചിട്ടാണ് 997 നവംബർ 1 വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നത്. അതിന്റെ അകത്തൊരു കൃത്യമായ ആസൂത്രണമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അന്ന് മുടങ്ങിക്കിടന്നിരുന്ന ജലവൈദ്യുത പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നു. താപനിലയങ്ങൾ BSES, അതുപോലെ തന്നെ കോഴിക്കോട് ഡീസൽ പ്ലാന്റ് തുടങ്ങിയ താപനിലയങ്ങൾ സ്ഥാപിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് 2400 മെഗാവാട്ട് വൈദ്യുതി ടോട്ടൽ എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ഡിമാൻഡ് 1900 ആണ്. അപ്പൊ 1900 ഡിമാൻഡും 2400 ശേഷിയും നമുക്ക് വൈദ്യുതി സർപ്ലസ് ആയി എന്നങ്ങനെയാണ് പറയുന്നത്. 2001 മന്ത്രിസഭ മാറി, അപ്പോഴും 2400 അവിടെ തന്നെ ഉണ്ട്. 1900 ഡിമാൻഡ് ഉള്ളൂ. പിന്നെ ഒരു 100 മെഗാവാട്ടാണ് 2001 വർദ്ധിച്ച് 2000 എത്തിയിട്ടുണ്ട്. അപ്പോഴും 400 മെഗാവാട്ടിന്റെ ശേഷി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതിന് പകരം മറ്റു ചില താല്പര്യങ്ങളെല്ലാം കൂടി വന്നതിന്റെ ഭാഗമായി വീണ്ടും 2001 മുതൽ അവർ വീണ്ടും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തുകയാണ്. 2006 വരെ തുടരുകയാണ്. പക്ഷെ 2006 ഒക്കെ ആകുമ്പോഴേക്ക് ഈ 2400 കൊണ്ട് മതിയാവുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അഡീഷണലായി പദ്ധതികൾ വരികയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാത്തതിന്റെ ഭാഗമായി ലോഡ് ഷെഡിങ് തുടരുന്നു. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ കേരളത്തിലെ വൈദ്യുതി നിലയങ്ങളൊക്കെ ഉണ്ടാക്കുക അന്നത്തെ പോലെ സാധ്യതയല്ല. കാരണം വൈദ്യുതി നിലയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് സംസ്ഥാനം മൊത്തത്തിൽ പോയിരിക്കുന്നു. അതിരപ്പള്ളി പദ്ധതി, അതുപോലെ തന്നെ പൂയംകുട്ടി തുടങ്ങിയ എല്ലാ പദ്ധതികളും സ്റ്റാൾ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്നത് പിന്നെ ഓപ്ഷൻ ഉള്ളൂ. ആ നിലയിൽ PPA വെച്ചുകൊണ്ടാണ് 2006-11 വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നത്. 2006 മുതൽ 11 വരെ വൈദ്യുതി ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നില്ല. 11 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരം ഒഴിയുന്നു. 12 UDF 11 മെയ്യിൽ UDF അധികാരത്തിൽ വരുന്നു. 11 ഓഗസ്റ്റ് മാസത്തിൽ നല്ല മഴക്കാലത്ത്, സാധാരണ ഈ മഴക്കാലത്ത് ലോഡ് കുറവായിരിക്കും, ആ ലോഡ് കുറഞ്ഞ സമയത്ത് വീണ്ടും ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നു. നമ്മൾ കാണുന്നത് 2016 വരെ ലോഡ് ഷെഡിങ് തുടരുന്നതാണ്. 2016 കേരളത്തിലെ ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ് 3860 മെഗാവാട്ടാണ്. അങ്ങനെ 3860 ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന സമയത്ത് 200 മെഗാവാട്ടിന്റെ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യം പൊളിറ്റിക്കലി ഒരു തീരുമാനം എടുക്കുന്നു, ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമായി മുന്നോട്ട് പോകേണ്ടതില്ല. ആവശ്യമായ വൈദ്യുതി ഷോർട്ട് ടേം മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ ഷോർട്ട് ടേം മാർക്കറ്റിൽ നിന്ന് സ്വാപ്പ് കരാറുകൾ മുഖാന്തരം, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മഴക്കാലത്ത് കൂടുതൽ വെള്ളം വരും, അപ്പം കൂടുതൽ വൈദ്യുതി ഉണ്ടാവും, അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ വേനൽക്കാലത്ത് ഇങ്ങോട്ടേക്ക് വൈദ്യുതി എടുക്കുക. ഇങ്ങനെയുള്ള നിരവധി കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2016 മുതൽ 2026 വരെ ഇപ്പം വരെ വൈദ്യുതി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാണ്ട് തുടരുന്നു. നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ 6000 മെഗാവാട്ട് വരെ നമ്മൾ ലോഡായി. 3860 6000 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്രയാ 2140 മെഗാവാട്ടിന്റെ അഡീഷൻ വൈദ്യുതി ഉപഭോഗം ലോഡിൽ തന്നെ. ഞാൻ പറഞ്ഞ യൂണിറ്റിൽ വേറെ വരും. ഈ 120 MU എന്നൊക്കെ പറയുന്ന യൂണിറ്റ് ആണ്.
ലോഡിൽ തന്നെ ഏകദേശം 2200 മെഗാവാട്ടിന്റെ അധിക ഉപഭോഗം വന്നിട്ടും കേരളം അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കുന്നു. അതെങ്ങനെയാ പറ്റുന്നത്? കേരളത്തിനുള്ളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടാണോ? അല്ല. കേരളത്തിനുള്ളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരുപാട് നിലവിൽ പരിമിതികളുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയും നിങ്ങൾക്ക് ചെറുകിട ജലവൈദ്യുതികൾ ഉണ്ടാക്കിക്കൂടെ, അതുകൊണ്ട് പരിഹരിക്കാലോ. ചെറുകിട ജലവൈദ്യുതി മഴക്കാലത്തേ കിട്ടൂ. കേരളത്തിൽ ഒരു നദി ഇപ്പൊ പിറണിയലല്ല. കേരളത്തിൽ കൂടി ഒഴുകുന്ന നദികളിൽ ചിലതിലൊക്കെ വേനൽക്കാലത്ത് വെള്ളം കാണുമല്ലോ. ആ വെള്ളം കാണുന്ന നദീന്റെ മുകളിലേക്ക് പോയി നോക്കിയാൽ അവിടെ ഒരു നിലയം വൈദ്യുതി നിലയം പ്രവർത്തിക്കുന്നുണ്ടാവും. ജലവൈദ്യുതി നിലയം പ്രവർത്തിക്കാത്ത ഏതെങ്കിലും ഒരു നദിയിൽ വേനൽക്കാലത്ത് നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ പറ്റുമോ കേരളത്തിൽ? കാരണം അവിടെ ഡാം കെട്ടി വെള്ളം സംഭരിച്ച് വേനൽക്കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് വേനൽക്കാലത്ത് വെള്ളമുള്ളത്. ചെറുകിട ജലവൈദ്യുതി നിലയങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, അന്ന് വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടാവും. പക്ഷെ മഴക്കാലത്ത് നമുക്ക് ഡിമാൻഡ് കുറവാണ്. അങ്ങനെ കുറഞ്ഞ ഡിമാൻഡ് ഉള്ളപ്പോൾ ദേശീയ ഗ്രിഡിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടാനും സാധ്യതയുള്ള സമയത്താണ് ഈ വൈദ്യുതി കിട്ടുക. കിട്ടുന്നത് നല്ലത് തന്നെ, ഞാനത് മോശം എന്നല്ല പറയുന്നത്. പക്ഷേ ആ പ്രശ്നം വേനൽക്കാലത്തെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകുന്നത് തടയാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ചിലർ അപ്പൊ പറയും മഴക്കാലത്ത് അത് മുഴുവൻ ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ മറ്റു നിലയങ്ങൾ മുഴുവൻ അടച്ചിട്ട് ആ വെള്ളം മുഴുവൻ അവിടെ സ്റ്റോർ ചെയ്തിട്ട് വേനൽക്കാലത്ത് ഉപയോഗിക്കാന്ന് പറയും. രസം എന്താ വെച്ചാല് മഴക്കാലത്ത് ആ നിലയങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല. ആ നിലയങ്ങളിലെ ഡാം സ്പില്ലായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പില്ലായി പോകുന്ന വെള്ളം അന്നേരം തന്നെ വൈദ്യുതി ആക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം വരും. അതാണ് ഇപ്പൊ ഇടുക്കിയിലൊക്കെ നമ്മൾ ഉത്പാദനം നടത്താറുണ്ട് മഴക്കാലത്തും. എന്തുകൊണ്ടാ? ഇടുക്കി ഡാം നിറഞ്ഞ് കവിയാൻ പാടില്ല. മാത്രമല്ല റൂൾ കർവ് അനുസരിച്ചിട്ടേ വൈദ്യുതി വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ. ജൂൺ മാസത്തിൽ ആദ്യത്തിൽ വളരെ താഴെ ആയിരിക്കണം. സെപ്റ്റംബർ എത്തുമ്പോൾ ഇത്രയാവാൻ പാടുള്ളൂ, ഒക്ടോബർ ഇത്രയാവാൻ പാടുള്ളൂ. കാരണം എന്താ? വെള്ളം വലിയ മഴ വന്നാലും വെള്ളം അവിടുന്ന് സ്പില്ല് ചെയ്ത് വെള്ളം എന്താ പറയാ വെള്ളപ്പൊക്കത്തിന് കാരണമാകാൻ പാടില്ല. ഈ ഒരു ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പദ്ധതി ഉപയോഗിച്ചിട്ട് അവിടെ വെള്ളം സ്റ്റോർ ചെയ്യുക എന്നതൊന്നും പ്രായോഗികമായി നടക്കുന്നതല്ല. അപ്പം വൻകിട ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ സ്റ്റോറേജ് ഉള്ള വൈദ്യുതി പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗമുള്ളൂ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിന് ഒരുപാട് പരിമിതി കേരളത്തിലുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? നമ്മുടെ സോളാർ. സോളാർ പ്രശ്നം എന്താ വെച്ചാൽ അത് പകൽ സമയത്തേ കിട്ടൂ, രാത്രി കിട്ടില്ല. ഇപ്പം ചിലർ പറയും സോളാർ നിങ്ങൾ ഉണ്ടാക്കി അത് മുഴുവൻ ബാറ്ററിയിൽ അങ്ങ് സ്റ്റോർ ചെയ്തിട്ട് വൈകുന്നേരം ഉപയോഗിച്ചാൽ പോരെ. ബാറ്ററി സ്റ്റോറേജ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാത്തതാണ് ഇതിന് പ്രശ്നം ഉണ്ടായത്. ഇപ്പം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പമ്പ്ഡ് സ്റ്റോറേജ് ഉപയോഗിക്കാത്തതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാറ്ററി സ്റ്റോറേജും പമ്പ്ഡ് സ്റ്റോറേജും ഒക്കെ താൽക്കാലിക പരിഹാരങ്ങളാണ്, പക്ഷെ അത് സ്ഥായിയായ പരിഹാരങ്ങളാണ്. ഒരു ബാറ്ററിക്ക് എത്ര കാലമാണ് ആയുസ്? 10 കൊല്ലം. 10 കൊല്ലം ആയുസുള്ള ഒരു ബാറ്ററിക്ക് ഏകദേശം 2.5 കോടി റുപ്യാണ് ഒരു മെഗാവാട്ടിന് ചെലവ് വരിക. 2.5 കോടി റുപ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വർഷം 25 ലക്ഷം ആ ബാറ്ററി ചെലവ് മാത്രം വന്നില്ലേ? അതിന്റെ ഓപ്പറേഷൻ മറ്റു ചെലവുകളൊന്നുമില്ല, പലിശ ഇല്ല. ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഏകദേശം 3 കോടി 30-40 ലക്ഷം ഒരു മെഗാവാട്ടിന്റെ മുകളിൽ ബാറ്ററിക്ക് ചെലവ് വരും. ഇത് ഒരു യൂണിറ്റ് വൈദ്യുതിന്റെ മേലെ. കാരണം ഒരു യൂണിറ്റ് വൈദ്യുതി അവിടെ സംഭരിച്ച് തിരിച്ചെടുക്കണമല്ലോ. ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഏകദേശം 4 റുപ്യ 50 പൈസ 5 റുപ്യാണ്. അപ്പൊ നിങ്ങൾ സോളാർ വൈദ്യുതി 3 റുപ്യക്ക് ഉണ്ടാക്കുന്നു. ഒരു യൂണിറ്റ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കാൻ 4 റുപ്യയും കൂടി ചെലവാക്കിയ ഒരു യൂണിറ്റിന്റെ മേലെ എത്ര ചെലവായി? 7.5 ആയോ? ഒരു യൂണിറ്റ് വൈദ്യുതി അവിടെ സ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ ഒരു യൂണിറ്റ് ഫുള്ള് കിട്ടുമോ? കിട്ടില്ല. കാരണം ബാറ്ററി കുറച്ച് ചൂടായി പോകും. അങ്ങനെ ചൂടായി പോകുന്ന കൂടി കണക്കാക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന വൈദ്യുതി എന്ന് വെച്ചാൽ ഒരു 0.8 യൂണിറ്റാ. 0.8 യൂണിറ്റിന് നിങ്ങൾക്ക് 7 റുപ്യ കൊടുക്കാതെ കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വില എത്രയാ? 10 റുപ്യന്റെ മുകളിലാണ്. നിങ്ങൾക്ക് വേനൽക്കാലത്ത് ഡിമാൻഡ് ചെയ്ത് ഇപ്പൊ 10 റുപ്യക്ക് വൈദ്യുതി വാങ്ങാനല്ലേ റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവ് ചെയ്യുന്നത്. 10 റുപ്യക്ക് വൈദ്യുതി വാങ്ങുന്നതായിരിക്കോ 10 റുപ്യക്ക് മുകളിൽ ഈ സോളാർ സംഭരിച്ച് തിരിച്ചെടുക്കുന്നതായിരിക്കോ ഗുണകരം എന്ന് വെച്ചാൽ എക്കണോമിക്കലി ഗുണകരമാണ്. അപ്പോഴും കേരളത്തിലെ സോളാർ എന്താ പറയാ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ ഇത് നടത്തേണ്ടതുണ്ട്. ബാറ്ററി സ്റ്റോറേജ് വേണ്ട. പക്ഷെ ബാറ്ററി സ്റ്റോറേജിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ബാറ്ററി സ്റ്റോറേജ് വെക്കുന്നു. ഇപ്പൊ കാസർഗോഡ് ബാറ്ററി സ്റ്റോറേജ് വെക്കുന്നു. കേരളത്തിൽ പല സ്ഥലത്തായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി അതിനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കാസർഗോഡ് വരെ വൈദ്യുതി പോകണ്ടേ? സ്റ്റോർ ചെയ്തു. വൈകുന്നേരം നിങ്ങൾ ആ വൈദ്യുതി തിരിച്ചിങ്ങെടുക്കുന്നു. ആ കാസർഗോഡ് നിന്ന് തിരിച്ച് ഈ ലൈനിൽ കൂടി തിരിച്ചു വരണ്ടേ? വൈദ്യുതി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ലൈനിൽ ഉണ്ടാകുന്ന പ്രസരണ നഷ്ടവും ഡിസ്ട്രിബ്യൂഷൻ ലോസും ഇല്ലേ? അതായത് ഡിസ്ട്രിബ്യൂഷൻ ലോസ് നേരെ ഇരട്ടിയാകുകയും കൂടി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി. അപ്പം നമ്മൾ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം പ്രാദേശികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കട്ടെ അവിടെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയുന്നു എന്നതാണ്. ആ കുറയുന്നു എന്നതിന് പകരം ഇരട്ടിയാക്കുന്നു എന്നുള്ളൊരു ഇഫക്റ്റ് ഏതുണ്ടാക്കുന്നുണ്ട്? ബാറ്ററി സ്റ്റോറേജ് സെൻട്രലൈസ്ഡ് ആണെങ്കിൽ പറ്റും ഉണ്ടാവും. അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള
ബാറ്ററി സ്റ്റോറേജ് ആണ് വേണ്ടത്. ട്രാൻസ്ഫോമർ വൈസിൽ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീടുകളിൽ സ്റ്റോറേജ് ഉണ്ടാവാം. ഈ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരണം. പക്ഷെ വീടുകളിൽ സ്റ്റോറേജ് വെക്കണം, നിങ്ങളൊക്കെ ഈ സോളാർ വെക്കുന്നതിന് കൂടുതൽ ബാറ്ററിയും കൂടി വെക്കണം എന്ന് ഒരു റെഗുലേഷൻ ഇപ്പം വന്നിട്ടുണ്ടല്ലോ. ആ റെഗുലേഷനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സോളാർ പ്രൊസ്യൂമേഴ്സ്. അപ്പം ഈ രൂപത്തിൽ നമ്മൾക്ക് ഇതിനൊക്കെ സൊല്യൂഷൻ കാണുമ്പോഴും ആ സൊല്യൂഷനോടൊക്കെ തലതിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് നിങ്ങൾ ആ സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എന്ന് തിരിച്ചു പറയുകയും കൂടി ചെയ്യുക. കാരണം കോടതി ഇടപെടൽ വന്നാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്കിലും KSEB 1500 മെഗാവാട്ട് അവറിന്റെ ബാറ്ററി സ്റ്റോറേജ് പദ്ധതികൾക്ക് ഓൾറെഡി ടെൻഡർ കൊടുത്തു. അതിനകത്ത് 40% കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. സബ്സിഡി കിട്ടുമെന്ന് ആയി. ഏകദേശം 15 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കി. പക്ഷെ ഈ പ്രതിസന്ധിയിൽ ഇപ്പം അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു കരാർ കൊടുത്താൽ കരാർ പീരീഡിൽ അല്ലെ പൂർത്തിയാക്കാൻ പറ്റൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അവരോട് കുറച്ച് മുൻകൂട്ടി ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ പ്രശ്നം എന്താ, രാജ്യത്ത് പവർ ട്രാൻസ്ഫോമറുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനാവശ്യമായ ട്രാൻസ്ഫോമർ, അവിടെ ഈ ബാറ്ററി സ്റ്റോറേജ് ട്രാൻസ്ഫോമർ കൂടി വേണം, ആ ട്രാൻസ്ഫോമർ ലഭ്യമല്ല എന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് കാലാവധിക്ക് മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കരാറുകാരനെ അറിയിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ 6000 മെഗാവാട്ട് വരെ വരുന്ന സാധനത്തെ മീറ്റ് ചെയ്തു. ഇത് മീറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാ? 6000 മെഗാവാട്ട് കൂടെ കൊണ്ടുവരണ്ടേ? നമുക്ക് ഇന്റേണലി ഉൽപാദനത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിയേ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പൊ പുറത്തുനിന്ന് വാങ്ങുന്നതിന് നമ്മൾ എന്താ ചെയ്യുക? അവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രസരണ ലൈനാണ്. അപ്പൊ നമുക്ക് കേരളത്തിലേക്കുള്ള പ്രസരണ ലൈനുകൾ എന്ന് പറഞ്ഞാൽ മധുരൈ തിരുവനന്തപുരം പ്രസരണ ലൈൻ ഉണ്ട്. പിന്നെ ഒന്നുണ്ടായിരുന്ന ആണവ നിലയമായ കൂടംകുളത്ത് നിന്ന് കൊച്ചി, എടമൺ കൊച്ചി, അതുപോലെ തന്നെ തൃശ്ശൂർക്ക് പോകുന്ന ലൈൻ. ഈ ആണവ നിലയത്തിൽ നിന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ആണവ നിലയത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വൈദ്യുതി അതിലൂടെ കൊണ്ടുവരും എന്നുള്ള ധാരണ ആളുകൾക്കുണ്ട്. അതല്ല, ആണവ നിലയത്തിന്റെ പേരിലാണ് ആ ലൈൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ലൈനിൽ കൂടി ലോകത്ത് എവിടുന്ന് കിട്ടുന്ന വൈദ്യുതിയും കൊണ്ടുവരാം. അപ്പം അവിടുന്ന് 266 മെഗാവാട്ടേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് 500-600 മെഗാവാട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ലൈന് 2006-11 പീരീഡിലാണ് നിർമ്മാണം തുടങ്ങിയത്. അന്ന് അതിനെതിരെ വലിയ പ്രക്ഷോഭം വന്നു. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലായ പുതുപ്പള്ളിയിലാണ് ഏറ്റവും വലിയ പ്രക്ഷോഭം വന്നത്. അതൊക്കെ അന്ന് അല്ല, അന്ന് ആ പ്രശ്നങ്ങളെയൊക്കെ ഏറെക്കുറെ പരിഹരിച്ച് നമ്മൾ നിർമ്മാണം തുടങ്ങി. 32 ടവറുകൾ എടമൺ കൊച്ചി റൂട്ടിൽ 32 ടവറുകൾ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെയ് മാസത്തിൽ 2011 മെയ് മാസത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് സ്ഥാനമൊഴിയുന്നത്. ആ 32 ടവർ നിർമ്മിച്ച ആ സ്ഥലത്ത് നിർത്തി. പിന്നെ ഒരു ടവർ പോലും എന്നെ നിർമ്മിച്ചില്ല. PGCL കുറെ ശ്രമം നടത്തി. അവസാനം 2012 ദേശീയ പാത ഉപേക്ഷിച്ച് പോയതുപോലെ പവർ ഗ്രിഡ് കോർപ്പറേഷൻകാർ കേരളത്തിൽ ഈ ലൈൻ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു പോയി. 2016 പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു. അദ്ദേഹം തന്നെ നേരിട്ട് 2016 ഓഗസ്റ്റില് PGCL അടക്കമുള്ള സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഈ പദ്ധതി പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. കർഷകരുടെയും മറ്റ് ആളുകളുടെയും യോഗം വിളിച്ചു. പ്രത്യേകം കോമ്പൻസേഷൻ പാക്കേജ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 ഡിസംബർ മാസം 19-ാം തീയതി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വൈദ്യുതി കൊണ്ടുവരാൻ പറ്റുന്നത്. HVDC ലൈൻ പുകരൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്ത് നിന്ന് തൃശ്ശൂർക്ക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈനാണ്. ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ആണ്. ആ ലൈൻ പൂർത്തീകരിച്ചു. ഇങ്ങനെ കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ലൈനുകൾ, ഒരു ലൈനിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടുപ്പിയിൽ നിന്ന് കാസർഗോഡേക്കുള്ള 400 kV ലൈനിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കേരളത്തിലെ പണിയൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ കർണാടകത്തിൽ ആ ലൈനിനെതിരെ ചില പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ കഴിയുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലായിരുന്നെങ്കിൽ PGCL 12 നിർത്തിപ്പോയതിനു ശേഷം 16 വരെ ഒരു പണി നടന്നിട്ടില്ലല്ലോ. 16 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമാണല്ലോ പണി തുടങ്ങുന്നത്. HVDC ലൈൻ എന്നുള്ള കൺസെപ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പം തുടങ്ങിയതല്ലോ. സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്, നേരത്തെ ഉണ്ട്. 2006 കാലത്താണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതിന്റെ DPR കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. പക്ഷേ അതിനകത്ത് ഒരു അടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കാലത്തെ UDF സർക്കാരിന് കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമാണ് ആ പദ്ധതിയും പൂർത്തീകരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അങ്ങനെ അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ ലൈനുകൾ സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വശത്ത് ശ്രമിച്ചത്. മറുവശത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ വൈദ്യുതി എത്തി, അവിടെ കടന്നാൽ മതിയോ? കാരണം കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം എല്ലാ സ്ഥലത്തും വർദ്ധിക്കുന്നത്. തൃശ്ശൂരും അതുപോലെ തന്നെ എടമണ്ണും കൊച്ചിയിലും മാത്രം വൈദ്യുതി എത്തിയാൽ പോരാ. അപ്പൊ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇന്റേണൽ സജ്ജീകരണങ്ങൾ കൂടി വേണം. നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് 10,000 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതി ആവിഷ്കരിച്ചത്. കേരളത്തിന്റെ പ്രസരണ നട്ടെല്ല് 220 kV ലൈനായിരുന്നു. ഈ 220 kV ലൈന് കാസർഗോഡ് മൈലാട്ടി എത്തുന്നത് 1998 പിണറായി വിജയൻ
എന്താ പറയാ വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന കാലത്ത് നേരത്തെ പണിയൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന സാധനം ഇടപെട്ട് പരിഹരിച്ചതാണ്. ആ 220 kV ലൈനാണ് ഇപ്പോഴും 2016 കേരളത്തിന്റെ പ്രസരണ നട്ടലേക്ക് കടന്നിരുന്നത്. അത് മാറ്റി 400 kV അപ്ഗ്രേഡ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. 5 400 kV സബ്സ്റ്റേഷനുകൾ കേരളത്തിൽ പുതുതായി ഉണ്ടായി. നേരത്തെ 5 220 kV സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഇപ്പം അഡീഷണലായി ഇപ്പം 17 സബ്സ്റ്റേഷനുകളായി മാറി. 110 kV സബ്സ്റ്റേഷനുകൾ 33 kV സബ്സ്റ്റേഷനുകൾ എല്ലാം കൂടി ചേർന്ന് പ്രസരണ ശേഷിയിൽ ഇരട്ടിയായി വർദ്ധിച്ചു. കേരളത്തിൽ PGCL ശേഷിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഏകദേശം 13,800 മെഗാവാട്ടിന്റെ പ്രസരണ ശേഷി ഇപ്പം നിലവിലുണ്ട്. കേരളത്തിന്റെ KSEBയുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ N-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് മുഴുവൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സാധനം കേടായി പോയാലും പകരം ഒരു സംവിധാനം ഉണ്ടാകണം. ഇതാണ് ട്രാൻസ്മിഷനിലെ N-1 ക്രൈറ്റീരിയ എന്ന് പറയുക. ഇത് വെച്ചാൽ പോലും 8,200 മെഗാവാട്ടിന്റെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഇപ്പം കേരളത്തിലുണ്ട്. വൈദ്യുതി വിതരണ ശൃംഖലയിലെയും ഇതുപോലെ തന്നെ ഒരു ഇടപെടൽ നടത്തി. ദ്യുതി എന്ന് പറയുന്ന ഒരു പ്രോജക്ട്. ആ ദ്യുതി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിരവധി പുതിയ ട്രാൻസ്ഫോമർ വന്നു. ഇപ്പോൾ 1,00,000-ലേറെ ട്രാൻസ്ഫോമർ കേരളത്തിലുണ്ട്. 2016 കേരളത്തിൽ ഉണ്ടായിരുന്നത് 62,000 ട്രാൻസ്ഫോമറാണ്. 1,00,000-ലേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40,000 പുതിയ ട്രാൻസ്ഫോമർ വന്നു. ഇങ്ങനെ വൈദ്യുതി വിതരണ മേഖലയിലും പ്രസരണ മേഖലയിലും ഒക്കെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതെ 10 കൊല്ലം കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പോഴും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതെ പോകാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ആസൂത്രണത്തിൽ നമ്മൾ കാണാത്ത ഒരു പുതിയ ഘടകം കയറി വന്നു. ആ ഘടകം നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ആ ഘടകം കയറി വന്ന സമയത്ത് മോഡൽ കണ്ടക്റ്റും കൂടി ഉള്ളത് കൊണ്ട് ഇടപെട്ട് പരിഹരിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാതെ വന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഇത് പരിഹരിക്കപ്പെടാത്ത അവസ്ഥ വന്നു. റെഗുലേറ്ററി കമ്മീഷൻ ആകട്ടെ ഇതിനകത്ത് വളരെ പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തില്ല. ഇതെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ജനങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാവണം. നിങ്ങൾ AC ഉപയോഗിക്കരുതെന്നല്ല KSEB പറഞ്ഞത്. നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുത് എന്നല്ല KSEB പറഞ്ഞത്. നിങ്ങൾ AC-യും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലൊരു ഫ്രിഡ്ജ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് 3 മണിക്കൂർ നേരം ഓഫാക്കി ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ഇലക്ട്രിക് കാർ ഉപയോഗിക്കരുതെന്നല്ല. നിങ്ങൾ ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നത് നിങ്ങൾ തൽക്കാലം 7 മണിക്ക് കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഇടുന്നതിന് പകരം അല്ലെങ്കിൽ 6 മണിക്ക് കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഇടുന്നതിന് പകരം ഒരു കാര്യം ചെയ്യൂ, ഒരു 12 മണിക്ക് ശേഷം അത് ചാർജ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ചാർജ് ചെയ്യട്ടെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ചാർജ് ചെയ്യുന്ന സമയം ഒന്ന് മാറ്റും. മറ്റു ഉപകരണങ്ങൾ ഇപ്പം പിറ്റേ ദിവസത്തേക്കുള്ള ഇസ്തിരിടൽ നിങ്ങൾ രാത്രി വന്നിട്ട് ചെയ്യല്ലേ. നിങ്ങൾ അത് തൽക്കാലം ഒന്ന് മാറ്റി വെക്ക്. ഒന്നുകിൽ 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉറങ്ങണം. അതുകൊണ്ട് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ ചെയ്യും, അല്ലെങ്കിൽ പകല് ചെയ്യും. ഇങ്ങനെ ചില ഉപകരണങ്ങളെങ്കിലും തൽക്കാലം പീക്ക് ലോഡ് സമയത്തൊന്ന് മാറ്റി മറ്റൊരു സമയത്തേക്ക് മാറ്റാൻ ജനങ്ങളൊന്ന് സഹകരിച്ചാൽ 250 മെഗാവാട്ടിന്റെ ഒരു കുറവ് നമ്മുടെ ലോഡിൽ വന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിഹരിച്ചു പോകാൻ പറ്റും. ഇതാണ് KSEB ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടായിരുന്നല്ലോ. നിങ്ങൾ പ്ലാൻ ചെയ്തതിൽ വന്ന കുഴപ്പത്തിന് ജനങ്ങളോടാണ് ചോദിക്കുന്നത് എന്ന രൂപത്തിൽ എന്താ ഞങ്ങൾക്ക് AC വെക്കണ്ടേ, ഞങ്ങൾക്ക് ഫാൻ വെക്കണ്ടേ? AC വെക്കണ്ടെന്നല്ലോ പറഞ്ഞത്. അപ്പം ഇത്തരം കാര്യത്തിനകത്ത് ഒരു എക്സിജൻസി വരുമ്പോൾ ഇപ്പൊ ഇതൊരു നിപ്പ വന്നതുപോലെ അല്ലെങ്കിൽ കോവിഡ് വന്നതുപോലെ ഒരു പ്രളയം വന്നതുപോലെ ഒക്കെ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ കാലത്തെ നേരിടുക വേണ്ടത്. ഇതിനകത്ത് എന്താ പറയുക, പ്രതിപക്ഷം ഭരണപക്ഷം കളിക്കേണ്ട ഒരു സമയമല്ല. പക്ഷെ അതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഈ ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ മുന്നിലുള്ള സമയത്താണെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളുടെ വിശദീകരണങ്ങളിലൂടെ ജനങ്ങൾക്കൊരു ബോധം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഈ സുരേഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ടായിരുന്നു. മറ്റ് വിമർശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾ സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യം. ഇങ്ങനെ ആഹ്വാനം ചെയ്യാനുള്ളൊരു രാഷ്ട്രീയ നേതൃത്വം ആക്റ്റീവായിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം കൂടിയാണല്ലോ. അതുകൂടി ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ആകെയുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ബഹളങ്ങളാണ് ഉള്ളത്. ഈ സാഹചര്യം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് മാധ്യമങ്ങളുടെ സമീപനം, ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചാനലുകളിൽ ഇപ്പോൾ ഹാഷ്മിയായിട്ടുള്ള സുരേഷിൻ്റെ ചർച്ചയൊക്കെ നമ്മൾ തർക്കങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ നിർണായക ദൗത്യം വഹിക്കേണ്ട ഒന്ന് മാധ്യമങ്ങളാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യബോധം ആളുകളിലേക്ക് എത്തിക്കുക. ഇന്ന പ്രശ്നങ്ങളാണ്, അത് ഇന്ന സമയത്ത് നിങ്ങളിത് ചേഞ്ച് ചെയ്താൽ ഷിഫ്റ്റ് ചെയ്താൽ പ്രാക്ടിക്കലായി സഹായിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഇരട്ടത്താപ്പ് അതിലുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ കാരണം കൊണ്ട് 2 പ്രതിസന്ധി നമ്മളെ രാജ്യം അനുഭവിച്ചു. ഒന്ന് പാചകവാതക പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെ മാധ്യമങ്ങൾക്കൊക്കെ അത് പിന്നെ കേന്ദ്ര സർക്കാർ പാവാണ്, ഇത് ഇറാൻ യുദ്ധം മൂലമാണെന്ന് ഒറ്റ അടിക്കങ്ങ് തീരുമാനിക്കുകയും വിമർശനങ്ങൾക്കോ വിശകലനങ്ങൾക്കോ സാധ്യതയില്ലാത്ത വിധം അതിനെ മാറ്റി നിർത്തുകയും ചെയ്തു. സമാനമായ പ്രതിസന്ധി ഒരുപക്ഷെ കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഇതേ കാരണം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇറാൻ യുദ്ധവും പാചകവാതക പ്രതിസന്ധിയുടെ തുടർച്ചയും.
ഇതിന്റെ വസ്തുതകൾ പരിശോധിക്കാനോ വിശകലനം ചെയ്യാനോ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിക്കുന്നതിന് തടയിടുകയും ചെയ്യുന്ന രീതിയിൽ മാധ്യമങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്നെന്ന് തോന്നുന്നു. ഒന്ന്, ഈ പറയുന്ന പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും സെൻസേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും സെൻസേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. ഇപ്പോൾ ഒരാൾ പാമ്പ് കഴിച്ചാൽ അത് പിണറായിന്റെ പാമ്പ് കഴിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് പലപ്പോഴും ഈ മാധ്യമങ്ങൾ വരുന്നത്. ഇപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതു അന്തരീക്ഷം ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധിയൊക്കെ അവിടെ ജനങ്ങൾ കൂട്ടായി നേരിടണം എന്നല്ലേ പറയേണ്ടത്. ഇവിടെ ഈ പ്രശ്നം കൂട്ടായി നേരിടണം എന്നല്ലേ പറയേണ്ടത്. അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ അതിനപ്പുറത്ത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കൂട്ടിക്കെട്ടി ഇതെല്ലാം ഒരു ഒറ്റ അച്ചില് എന്ന രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ ഹാഷ്മിയുമായിട്ടുണ്ടായിരുന്ന ഇഷ്യൂലും എനിക്ക് വ്യക്തിപരമായി ഹാഷ്മിയായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ളതല്ല. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെയാണോ അത് അവതരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിനകത്ത് എനിക്കൊരു സംശയം ഉണ്ടായി. അത് പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ വ്യക്തിപരമായി നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ കുറെ കൂടി അക്കാദമിക്കലായി ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യുക. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നതിനകത്ത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല. ആ കണക്ക് എവിടെ നിന്ന് കിട്ടി, നമുക്ക് കിട്ടിയ കണക്ക് എന്താണെന്ന് നമ്മൾ പറയും. അവർക്ക് അതിനകത്ത് വ്യത്യസ്തമായ ഒരു കണക്കുണ്ടെങ്കിൽ അവർ ആ വ്യത്യസ്തമായ കണക്ക് പറയട്ടെ എന്നല്ലേ പറയാൻ പറ്റൂ. കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും 2015 മുതൽ 16 വരെ ഉണ്ടായിരുന്നു, 16 മുതൽ 26 വരെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതല്ല 26 ഉണ്ടായിരുന്നു എന്ന് അവർ കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ഒരു വിഷയം അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിനെ സമ്മതിക്കാത്ത രൂപത്തിൽ വലിയ ഇപ്പം സ്വാഭാവികമായും നമുക്കും അതിനകത്ത് കുറച്ച് ബഹളം വെച്ച് തന്നെ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതൊരു ഘടകമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചു വരുന്ന, അതിനകത്ത് ഈ ചാനലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഈ വിഷയങ്ങളിൽ കുറേ കൂടി സാങ്കേതികമായി കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലുള്ളൊരു ചർച്ചയൊക്കെയാണ് മാധ്യമങ്ങൾ നടത്തേണ്ടത്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പാചകവാതക പ്രതിസന്ധി എന്ന് പറയുന്നത് അവരങ്ങനെ ചെയ്തതിനകത്ത് അതിലൊരു ഇന്ത്യൻ മീഡിയയ്ക്ക് ആ നിലയ്ക്ക് ഇപ്പം നമുക്കറിയാലോ, കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് മീഡിയയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരെ അതിനൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പം ചില സ്വാധീനങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ബദൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പം ന്യൂസ് അറ്റ് നൈറ്റ് എന്താ പറയാ, ന്യൂസ് അറ്റ് ഹോം എന്ന് പറയുന്ന നമ്മുടെ ന്യൂസ് അറ്റ് ഹൗസ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ അടക്കമുള്ള ഈ ഇത്തരം ബദൽ സാധ്യതകൾ കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് പലപ്പോഴും വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. അല്ലാണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമായിരുന്നു ജനങ്ങൾക്ക് മുമ്പിലേക്ക് വിഷയങ്ങൾ എത്തിച്ചിരുന്നെങ്കിൽ എത്ര വികലമായ കാര്യങ്ങളായിരിക്കും ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനകീയമായ ബദൽ മാധ്യമ സംസ്കാരം കൊണ്ടുവരിക എന്നത് ശ്രമകരമാണ്. പക്ഷെ അതിനുള്ള ചില ശ്രമങ്ങൾ രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പം നമ്മൾ മറ്റ് ഇതിലേക്ക് തന്നെ വരാം. നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോഡ് ഷെഡിങ്, പവർ കട്ട്, ഇത് കൂടാതെ നമ്മൾ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നാണ് പുതിയ നമ്മളിപ്പോൾ പ്രയോഗിക്കുന്ന വാക്ക്. അത് തന്നെയല്ലേ ഇത് എന്നുള്ളതാണ് മറ്റൊരു സംശയം വരുന്നത്. അത് ആളുകളിൽ ഉന്നയിക്കുന്നത് ഇതിനകത്ത് നമ്മളിപ്പം ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ 6:30 വരെ കുറച്ച് ആളുകൾക്ക്, 6:30 മുതൽ 7 മണി വരെ വേറെ കുറച്ച് ആളുകൾക്ക്, ഇങ്ങനെ തുടർച്ചയായി സൈക്ലിക്കായി ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ലോഡ് എത്ര കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊന്നും അതിനകത്ത് ഘടകവുമില്ല. നിശ്ചിത അളവിൽ ഫീഡറുകൾ ഓഫാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫീഡർ ഓഫാക്കുന്നതിന്റെ ഭാഗമായി ഒരു നിശ്ചിത അളവ് ലോഡ് തനിയെ കുറയും. അതുകൊണ്ട് ലോഡ് മാനേജ് ചെയ്യപ്പെടും. ഇതാണ് ലോഡ് ഷെഡിങ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോഴും ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാത്തത്, അരമണിക്കൂർ അങ്ങനെ കട്ട് ചെയ്യേണ്ട അവസ്ഥ എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. ലോഡ് ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ നോർമലി ഓട്ടോമാറ്റിക്കായി ഈ പറയുന്ന സിസ്റ്റം കൺസ്ട്രെയിൻസ് കൊണ്ട് ട്രിപ്പ് ആവും. ട്രിപ്പ് ആയാൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് ഓണാക്കാനാവും. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓണാക്കി നോക്കുമ്പോൾ ലോഡ് മാനേജബിൾ ആവും ചിലപ്പോൾ. കാരണം ആളുകളൊക്കെ ഇതൊക്കെ സൂചിച്ചു, കാരണം കറണ്ട് പോയല്ലോ, ഓഫ് ആക്കിയിട്ടിട്ടായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ആകുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി എങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സപ്ലൈ ഉണ്ടാവും. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാതെ തന്നെ തുടരുകയാണെങ്കിൽ അരമണിക്കൂറിലേക്ക് ഇത് നീളും, അടുത്ത 15 മിനിറ്റും കൂടി നീളും. അങ്ങനെയാണ് പരമാവധി അരമണിക്കൂർ വരെ
ലോഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇതും ലോഡ് ഷെഡിങ്ങും വ്യത്യസ്തമായ കൺസെപ്റ്റാണ്. അപ്പൊ ഇന്നലെ ഈ സാധനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ ലോഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ ലോഡ് അങ്ങനെ വർദ്ധിച്ചില്ല, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ആകുന്ന അവസ്ഥ ഉണ്ടായില്ല, അതുകൊണ്ട് ലോഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായില്ല. അതായത് കൂടുതൽ വരുമ്പോൾ ഇനി കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ ലിമിറ്റ് കിട്ടുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ ഈ ഡ്രിപ്പ് ആവുന്നു പറയുന്നത് അത് ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക്, അതായത് നമുക്ക് എത്ര ലഭ്യമാണ് എന്നത് നമ്മുടെ റീജിയണൽ ലോഡ് ഡെസ്പാച്ച് സെന്ററും അതുപോലെ തന്നെ നാഷണൽ ലോഡ് ഡെസ്പാച്ച് സെന്ററും ഒക്കെ നിശ്ചയിച്ചിട്ട് തന്നിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഷെഡ്യൂൾ ചെയ്ത ലിമിറ്റിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ആ ലിമിറ്റ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഇത്രയും അർഹതയുള്ളൂ, ആ അർഹതയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അത് നിങ്ങൾ അവിടെ ഒരു ലിമിറ്റ് ചെയ്ത് വെക്കും. ആ ലിമിറ്റിന് അപ്പുറത്തേക്കുള്ള ഡിമാൻഡ് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റം ട്രിപ്പ് ആവും. അല്ലാതെ നമ്മൾ നോക്കി ചെന്ന് ഓഫാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഭാവിയിൽ ഇതേ സാധനത്തിന്റെ ഇത് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ, അതായത് കൂടുതൽ വൈദ്യുതി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ലിമിറ്റ് മാറ്റി വെച്ച്, കാരണം വെച്ചാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് ഡ്രോ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഡ്രോ ചെയ്യുന്ന രൂപത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഈ രൂപത്തിലൊക്കെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ്ഡ് ആവും. അങ്ങനെ കൊളാപ്സ്ഡ് ആയാൽ പിന്നെ ഇത് പുനഃസ്ഥാപിച്ചെടുക്കൽ പോലും പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ജനറേഷൻ ലോഡ് എന്താ പറയുക, ലോഡ് ജനറേഷൻ ബാലൻസ് എന്ന് പറയും. ആ ലോഡ് ജനറേഷൻ ബാലൻസിന് പറ്റുന്ന രൂപത്തിലുള്ള ഉപയോഗമേ പറ്റൂ. ഇപ്പൊ നമുക്കിപ്പം 6100 മെഗാവാട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജനറേഷൻ മറ്റെവിടെയെങ്കിലും നടക്കുന്നതുകൊണ്ടാണല്ലോ ഉപയോഗിക്കാൻ പറ്റുന്നത്. അവിടെ ജനറേഷൻ വർദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് സിസ്റ്റത്തിനകത്ത് വലിയൊരു കൺസ്ട്രെയിൻ ഉണ്ടാകും. ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം വെച്ചാൽ ആവശ്യത്തിന് ജനറേഷൻ ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന എന്താ പറയുക റിയാക്റ്റീവ് പവർ വർദ്ധിപ്പിക്കും, അത് നമ്മുടെ ലൈനിലെ ടെമ്പറേച്ചർ കൂട്ടും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇത് കുറച്ച് സാങ്കേതികത്വം ഉള്ള കാര്യമാണ്, നമുക്ക് ലളിതമായി മാത്രം വിശദീകരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ബോർഡ് ഇറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ നിങ്ങളുടെ ലൈനുകളിൽ പ്രയാസം ഉണ്ടാവും. അപ്പം നേരെ ആളുകൾ പറയും ഈ ലൈൻ ഒന്നും ശേഷിയില്ലാത്തത് കൊണ്ടല്ലേ. ഇതെന്താ പ്രശ്നം? ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം ആളുകൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ പത്രക്കുറിപ്പും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. അല്ലാണ്ട് പത്രക്കുറിപ്പുകളൊക്കെ വെറും അതിന്റെ അർത്ഥത്തിൽ മാത്രം എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ലളിതമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ആ ലളിതമാക്കുന്നതിനകത്ത് ചില പരിമിതികൾ വന്നുപെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. നമുക്ക് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് പോകാൻ കഴിയും. അതിൽ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സമയം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ സമയം കിട്ടാത്ത രൂപത്തിലാണ് ഈ പറഞ്ഞ പ്രതിസന്ധി ഉരുണ്ടുകൂടിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇപ്പം ഇതിനകത്ത് വൈദ്യുതി നമുക്ക് അലൊക്കേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ടെൻഡറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വാപ്പിലൂടെ വൈദ്യുതി കിട്ടുമോ എന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചില വൈദ്യുതി ജനറേറ്റിംഗ് കമ്പനികളുമായി KSEB 1-to-1 എന്നുള്ള രൂപത്തിലല്ല, ഇത്തരം കമ്പനികളിലൊക്കെ എന്ത് ചെയ്യാണ് എൻക്വയറി കൊടുത്ത് നിങ്ങൾക്ക് വൈദ്യുതി തരാനുണ്ടെങ്കിൽ എത്ര റേറ്റിൽ തരും എന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് വൈദ്യുതി ലഭ്യമാകുന്ന ഒരു ഘട്ടം വന്നാൽ പ്രശ്നമില്ലാണ്ട് പരിഹരിക്കും. അങ്ങനെ ലഭ്യമാകുന്ന പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി ജനങ്ങൾ കുറെ സഹകരിക്കുമല്ലോ, അതിന്റെ ഭാഗമായി തന്നെ ചിലപ്പം പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസംഷൻ പാറ്റേണിലൊക്കെ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ജൂൺ മാസത്തിൽ എന്തായാലും മഴ വരുന്നതോടുകൂടി ഈ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടും. ഇത് ഈ പറയുന്ന ഘട്ടത്തിൽ നമുക്കൊരു ടൈം ബ്രീത്തിങ് സ്പേസ് എടുക്കുകയാണ്. ആ ബ്രീത്തിങ് സ്പേസിന്റെ ഉള്ളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനത്തെ സമയത്തെ നമ്മളിപ്പം ഇതിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം പഠിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇതിനെ ഭാവിയിലേക്ക് ഉപയോഗിക്കാനുള്ള കുറേ എലമെന്റുകൾ ഇതിനകത്തുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുമ്പുള്ള പാരമ്പര്യ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ചെറുതാണെങ്കിലും വീടുകളിലൊക്കെ കമ്പ്യൂട്ടർ, ഓരോ റൂമിലും കമ്പ്യൂട്ടർ വരുന്ന അവസ്ഥയാണ്. പല രീതിയിലുള്ള അധിക ഉപയോഗം നമ്മൾ അപ്രതീക്ഷിതമായി കുറെ ജീവിതത്തിൽ ഇതിനകത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധ്യതയും കൂടിയാണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾ മുഴുവൻ ബാറ്ററി ഉണ്ട്. 40-40 യൂണിറ്റ് വൈദ്യുതി അവിടെ കിടപ്പുണ്ട് ഓരോ വാഹനത്തിനകത്ത്. ഈ 40 യൂണിറ്റ് വൈദ്യുതി എന്നൊരു സാധനം ഇങ്ങനെ ഒരു ക്രൈസിസ് ഘട്ടത്തിൽ നമുക്ക് ഇങ്ങോട്ട് തരികയാണെങ്കിലോ, വെഹിക്കിൾ ടു ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ വെഹിക്കിൾ ടു ഗ്രിഡ് ഒന്നും അതിനുള്ള പ്രോട്ടോകോൾ ഒന്നും പൂർണ്ണമായിട്ടില്ല. അതിനൊരു ചില പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്രോട്ടോകോൾ വരികയും പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് ചിലപ്പോൾ മൈക്രോ ഗ്രിഡ് സങ്കല്പങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്റ്റോറേജുകൾ, ബാറ്ററികൾ, ചില പഞ്ചായത്തുകൾ
അവരുടെ ട്രാൻസ്ഫോമർ അടിസ്ഥാനത്തിൽ ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാക്കുന്നു. അതിനകത്ത് കുറച്ച് ഗവൺമെന്റിന്റെ സപ്പോർട്ട്, കുറച്ച് പഞ്ചായത്തിന്റെ സപ്പോർട്ട്, കുറച്ച് ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി ചേർത്തിട്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റോറേജ് ഉണ്ടാക്കുന്നു. ആ സ്റ്റോറേജിലുള്ള വൈദ്യുതി ഈ വൈകുന്നേര സമയങ്ങളിൽ അതിനകത്ത് ഉപയോഗിക്കുന്നു. ചില ഘട്ടങ്ങളിൽ അത് സിസ്റ്റത്തിലേക്ക് അവിടുന്ന് റീചാർജ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം സാധ്യത ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കമ്മ്യൂണിറ്റി സ്റ്റോറേജിന് ഒരു പ്രത്യേക സീഡ് ഫണ്ട് ബാലഗോപാൽ മിനിസ്റ്റർ ബഡ്ജറ്റിന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആലോചനകളും ഇതിന്റെയൊക്കെ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ, കാരണം നമുക്ക് സാങ്കേതികമായി ഒരുപാട് മാറേണ്ടതുണ്ട്. ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ, ചില എക്സിജൻസീസ് വരുമ്പോൾ അസാധാരണ സാഹചര്യങ്ങളിലാണല്ലോ അസാധാരണമായ തീരുമാനങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അസാധാരണമായ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കേരളത്തിലിപ്പം ഇങ്ങനൊരു അവസ്ഥ ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ 10 കൊല്ലത്തിന് ശേഷമുള്ള ഒരു അനുഭവമാണല്ലോ. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ വൈദ്യുതി ബോർഡിന് ഇപ്പോൾ അതിൻ്റെ സമീപകാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ഒരു പെരുമാറ്റത്തിൽ KSRTCയിലൊക്കെ ഉള്ള വ്യത്യാസത്തെ പറയും പോലെയാണ് വൈദ്യുതി ബോർഡിൽ. പണ്ടൊക്കെ വൈദ്യുതി ബോർഡിൽ അല്ലെങ്കിൽ KSBയുടെ ഓഫീസിൽ വിളിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന പെരുമാറ്റത്തിന് വ്യത്യസ്തമായിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ ഉടനെ വന്ന് പരിപാടി ഒരു കൊമ്പ് വീണെന്ന് പറഞ്ഞാൽ ഉടനെ കൈകാര്യം ചെയ്യുന്ന ഒരു പരിധി വരെ സമ്പൂർണ്ണമായിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ KSB ഓഫീസിലൊക്കെ വിളിച്ച് ആളുകൾ ചീത്ത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയമായ വിമർശനങ്ങളുടെയും ഈ മാധ്യമങ്ങളുടെ ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്ത ആ പോയിന്റിലും സംഭവിച്ചിട്ടുണ്ട്. KSBയിൽ ഇനി പുതിയ ഒരു യുഗത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ, പുതിയ കാലത്ത് KSB എങ്ങനെയൊക്കെ മാറേണ്ട കേട്ടോ? അല്ല, ഇതിനകത്ത് ഒന്ന് KSBക്ക് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് KSBയിൽ ജീവനക്കാരുടെ ചില കുറവുകൾ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. അതിപ്പോൾ KSB മാനേജ്മെന്റിന്റെ പിടിപ്പുകൊണ്ട് സംഭവിച്ചതല്ല. റിക്രൂട്ടിംഗ് റൂളുകളിലൊക്കെ ദേശീയ അടിസ്ഥാനത്തിൽ CA റൂളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില റീസ്ട്രക്ചറിങ് KSBക്കുള്ളിൽ വരുത്തണം. ആ റീസ്ട്രക്ചറിങ് വരുത്തുമ്പോൾ നിലവിലുള്ള ജീവനക്കാരെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീർപ്പുണ്ടാവണം. ഇത്തരം ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി അവിടുത്തെ ജീവനക്കാരുടെ ആവശ്യം എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾ തിട്ടപ്പെടുത്തി നിയമനങ്ങളിലൊക്കെ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി കഴിയുന്നതുകൂടി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. രണ്ട്, ഇതൊരു ക്രൈസിസ് ആണല്ലോ. ഇത്തരം ക്രൈസിസിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ ഒരു കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും തോൽവിയാണ് നമ്മളെ അനുഭവം ആയി മാറുന്നത്. ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും KSBയെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ എന്തൊക്കെ സംഭവിക്കാം, അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് സാഹചര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ നേരിടേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായും ഇതൊക്കെ KSBയുടെ ഒരു പ്രവർത്തനത്തിന് സഹായകരമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സഹായകരമാകണമെങ്കിൽ അതിന് പറ്റുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, ആളുകളുടെ ധാരണ ഇതൊക്കെ പൊളിറ്റിക്സിന് അതീതമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ലല്ലോ. ഈ സംവിധാനം മുഴുവൻ നടക്കുന്നത് ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ വൈദ്യുതി പ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ, രാജ്യത്ത് 10 രൂപ വൈദ്യുതി വിലയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ എത്ര രൂപ ചെലവ്? എത്ര? ഒരു 3.5 രൂപേന്റെ അപ്പുറത്ത് വരില്ല. 3.5 രൂപ ചെലവ് വരുന്ന വൈദ്യുതി 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ട് എന്ന് കൂടി കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായതാ? ഈ വൈദ്യുതി ആകെ ഉൽപാദനത്തിന്റെ 55% ഇപ്പൊ സ്വകാര്യ കമ്പനികൾക്കാണ്. ഈ 55%ത്തിന്റെ അകത്ത് പ്രധാനമായും 3 കമ്പനികളുടെ കയ്യിലാണ്: അദാനി, അംബാനി, ടാറ്റ. അപ്പം ഇവരുടെ ഒരു മൊണോപ്പൊളിയിലേക്ക് കാര്യം മാറിയിരിക്കുന്നു വൈദ്യുതി ഉൽപാദനം. അതുകൊണ്ട് എന്താ വെച്ചാൽ ക്ഷാമമുണ്ടാക്കി വില വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ദേശീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട്. ഇത് നമ്മൾ കാണാതിരിക്കരുത്. സ്വകാര്യവൽക്കരണം സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതിന്റെ രാഷ്ട്രീയം കൂടി കൂട്ടത്തിൽ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഇപ്പം 3.5 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നത് ഈ ക്ഷാമമുള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ ടോട്ടൽ വൈദ്യുതി ഉൽപാദന ശേഷി എത്രയാ? 4.25 ലക്ഷം 5 ലക്ഷം മെഗാവാട്ട് ഉൽപാദന ശേഷി ഇന്ത്യക്ക് മൊത്തമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം എത്രയാ? 2.56. കഴിഞ്ഞ ഈ ഏപ്രിൽ 27-ാം തീയതി വന്നിട്ടുള്ള 2,56,000 മെഗാവാട്ടാണ്. പകുതിയെ ഏതുള്ളൂ ഡിമാൻഡ് വന്നിട്ടുള്ളൂ. 5 ലക്ഷം മെഗാവാട്ട് ഉൽപാദന ശേഷി നിൽക്കുമ്പോൾ 256 മാത്രം ഡിമാൻഡ് വന്നിട്ട് 10 മണിക്കൂർ ലോഡ് ഷെഡിങ് പഞ്ചാബിൽ നടത്തേണ്ടി വരുന്നു, 8 മണിക്കൂർ ലോഡ് ഷെഡിങ് ഹരിയാനയിൽ നടത്തേണ്ടി വരുന്നു, രാജസ്ഥാനിൽ നടത്തേണ്ടി വരുന്നു, ഡൽഹിയിൽ നടത്തേണ്ടി വരുന്നു, കേരളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പവർ സെക്ഷനിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് വൈദ്യുതി മേഖലയെ കരിഞ്ചന്ത എന്ന് പറയുന്നത്.
ഈ കരിഞ്ചന്ത സൃഷ്ടിക്കാൻ കഴിയുന്നത് ദേശീയ അടിസ്ഥാനത്തിലുള്ള സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഈ സ്വകാര്യവൽക്കരണ നയം ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ മാൻഡേറ്ററി ആയി കൊണ്ടുവരണം എന്നാണ് മോദി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായി ദേശവ്യാപകമായി സമരം നടത്തുമ്പോൾ ആ പ്രക്ഷോഭത്തിനകത്ത് കേരളത്തിലെ ഒരു വൈദ്യുതി തൊഴിലാളി പങ്കെടുത്ത പിറ്റേ ദിവസം രാവിലെ വൈദ്യുതി തൊഴിലാളിയുടെ മുഴുവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ഇവൻ എന്താ പറയുക ലക്ഷക്കണക്കിന് റുപ്യ ശമ്പളം വാങ്ങുന്നവനാണ്, അവൻ പിടിച്ചുപറിക്കാരനാണ് എന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ അഴിച്ചുവിട്ട് ഇവന്റെ സമരവീര്യത്തെ പോലും തകർക്കുന്ന രൂപത്തിലുള്ള വലിയ ക്യാമ്പയിൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുകയാണ്. ഇങ്ങനൊരു പ്രതിസന്ധിയും കൂടി രാജ്യത്തുണ്ട്. ഈ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടക്കുക. ഇപ്പം വൈദ്യുതി നിയമത്തിന്റെ ഭേദഗതി ഈ നിലയ്ക്ക് സ്വകാര്യവൽക്കരണം മാൻഡേറ്ററി ആക്കിക്കൊണ്ട് വൈദ്യുതി നിയമം ഭേദഗതിക്ക് വേണ്ടി ശ്രമം തുടങ്ങിയ 2013 UPA ഗവൺമെന്റിന്റെ പേരില്ല. 2013 നിയമം വന്നു, നടപ്പാക്കാനായില്ല. 2014 നിയമം വന്നു. അവിടെയൊന്നും ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടല്ല, പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ നിയമം പാസ്സാക്കിയെടുക്കാൻ കഴിയാതിരിക്കുന്നത് രാജ്യത്തെ വൈദ്യുതി തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗംഭീര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പം ഇങ്ങനൊരു ദേശീയ സാഹചര്യം കൂടി ഉണ്ട്. ഈ ക്രൈസിസ്, ഈ ദേശീയ സാഹചര്യത്തെ ജനങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയായിട്ട് വൈദ്യുതി തൊഴിലാളി കാണും എന്ന് കൂടിയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളത് അനിവാര്യമാണ്. നമുക്ക് അതിലേക്ക് കടക്കാൻ ഈ സമയം അതിനുവേണ്ടി ചെലവഴിച്ച് ഫലപ്രദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി ടോക്ക് ഷോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.